ഹായ് ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മെസ്സിക്കൻ മച്ചൻ. ഇന്നും ഇതിനും ഒന്ന് ഞങ്ങൾ ഇന്ന് ഏറ്റുമാനൂരിൻ്റെ സ്വന്തമായ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. നമ്മുടെ ബിഗ് ബോസിലൊക്കെ പറയുന്നത് ഇപ്പോൾ പുലർച്ചെ 5:30. വെളുപ്പിനെ ഇവിടെ വന്നപ്പോൾ തന്നെ ഇഷ്ടംപോലെ കാറുണ്ട്. അവസാനം ഞങ്ങളൊന്ന് കാറ് പാർക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര മഴ പുറത്ത്. ഇവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയായി, നല്ല മഴയുണ്ട്. ഞങ്ങൾ പിന്നെ കാറിൽ നിന്ന് ഇറങ്ങി നടരാജ മോട്ടോഴ്സിലാണ് യാത്ര. അങ്ങനെ ഞങ്ങൾ ആ മഴയൊന്നും വകവയ്ക്കാതെ ഏറ്റുമാനൂരപ്പൻ്റെ അമ്പലത്തിലേക്ക് കയറുകയാണ്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. ഇവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് തിരക്കുണ്ട്. ആദ്യമേ തന്നെ കൊടിമരത്തിൽ തൊഴുത് പിന്നെ തൊട്ട് ഫ്രൈയിലുള്ള ഏറ്റുമാനൂരപ്പൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഞാൻ അത് നോക്കി നിൽക്കുമായിരുന്നു. ഇപ്പോഴും ഭയങ്കര മഴയാണ് പുറത്ത്. ഇപ്പോഴാണെങ്കിൽ രാവിലെ ആയതുകൊണ്ട് നല്ല മഴയുള്ളതുകൊണ്ട് നല്ല തണുത്ത കാലാവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ ഏറ്റുമാനൂരപ്പനെ തൊഴുത് ഇനി നേരെ പോകുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ ഇരിക്കെ അപ്പനാണെങ്കിൽ എണ്ണയും മേടിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ നേരെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നു. അവിടെ തൊഴുത് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളവരെ ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ അപ്പം പറഞ്ഞു പോയി കാറിൻ്റെ അങ്ങോട്ട് പോയെന്ന്. അപ്പോഴാണ് ഞങ്ങൾ ആ ട്രാജഡി മനസ്സിലാക്കിയത്. ഞങ്ങൾ രണ്ടും മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ, കാറിൽ ആരുമില്ല, അവരാരും എത്തിയിട്ടില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്നു. ഇവിടെ വന്നപ്പോഴാണ് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നു. പിന്നെ പുറത്ത് നല്ല മഴയും നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം നന്ദികേശൻ്റെയും ഏറ്റുമാനൂരപ്പൻ്റെയും പ്രതിമ നോക്കിയെന്ന്. മഴ അങ്ങനെ തുടരുന്നു, അവരെ കാണുന്നുമില്ല. ഞങ്ങൾ അവസാനം അകത്ത് കയറി നോക്കാമെന്ന് വെച്ച് അകത്തേക്ക് കയറി. നല്ല തിരക്കുമായിട്ടുണ്ട്. അകത്ത് കയറിയിട്ട് അവയാരും കാണാത്തതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ചുറ്റിലും നടന്ന് നോക്കുക. പിന്നെ ഇടയ്ക്ക് ഇവിടെ വിഷമമായത് അന്നദാനം മണ്ഡപം മാത്രം അടഞ്ഞു കിടക്കുന്നു. പിന്നെ വെളുപ്പിനല്ലേ, ഇത്രയും നേരത്തെ ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ അന്നദാന മണ്ഡപം എല്ലാം കഴിഞ്ഞ് പോയി നന്ദികേശനെ നോക്കിയപ്പോൾ നന്ദിക്കുട്ടൻ അവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ പിന്നെ മഴയായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയില്ല. ഞങ്ങൾ പിന്നെ അവരെ തപ്പി നടക്കുക. അവരെ തപ്പി അവസാനം ഞങ്ങൾക്ക് അവരെ കിട്ടി. ഞങ്ങൾ എന്നിട്ട് ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. നല്ല മഴയാണ്, മഴ തുടരുന്നു. ഞാൻ പിന്നെ അമ്മയുടെ കൈ മുറുക്കെ പിടിച്ചിരിക്കുക. കൈവിട്ട് അപ്പോൾ കളയുന്നേ, ഒരനുസരണയില്ലെന്നേ. അങ്ങനെ ഞങ്ങൾ നടന്ന് കാറിൻ്റെ അടുത്തെത്തി. ഇനി കാറിൻ്റെ അകത്ത് കയറാതാണ് അടുത്ത പരിപാടി. എന്നിട്ട് വീട്ടിൽ പോകണം. ഞങ്ങളെല്ലാം കയറി. ചേച്ചമ്മ, ചേച്ചച്ചൻ അപ്പനവിടെ ഇരിപ്പുണ്ട്. ഞാനിവിടെ ഇരുന്ന് വീഡിയോ പിടിക്കുന്നു. അമ്മ അവിടെ എന്തോ പറഞ്ഞ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളങ്ങനെ ഏറ്റുമാനൂരപ്പൻ്റെ അടുത്ത് പോകുന്നു. പോയപ്പോൾ ഒരു നല്ല മഴ. എന്നാലും മഴ കുറഞ്ഞു. അവസാനം ഏറ്റുമാനൂർ അമ്പലത്തിൽ ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങളിതാ പോകുന്നു. നമ്മുടെ ബിഗ് ബോസിലൊക്കെ പറയുന്ന പോലെ പുലർച്ചെ 6:30. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. ഞങ്ങളുടെ വീട്ടിലേക്കുള്ള യാത്ര തുടരുന്നു.